അല്ല, അവര് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ ഓക്സിജന്റെ കണ്ടന്റ് മുമ്പ് കൊടുത്തിരുന്നു, അതിന് ശേഷം കൊടുത്തിരുന്നു. അതിനടിസ്ഥാനപ്പെടുത്തി അവർ നൽകിയിട്ടുള്ള പ്രാഥമികമായ നിഗമനമാണ്. ഇപ്പൊ നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ പരിശോധിക്കുന്നുണ്ട്, കുഫോസിന്റെ സെൻട്രൽ ലാബ് പരിശോധിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാൻ കഴിയും. അപ്പൊ പ്രാഥമികമായി അവർ നൽകിയ നിഗമനമാണ് കളക്ടർ റിപ്പോർട്ടിലുള്ളത്. ഇനി രാസമാലിന്യമാണ്. ഇവരുടെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 98-ന് ശേഷം രാസമാലിന്യത്തിന്റെ അളവ് കുറയുന്നു എന്നതാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റിപ്പോർട്ട്. പക്ഷെ ഇപ്പോ ഈ 2-3 ഏജൻസികൾ ഇപ്പോൾ വെള്ളം പരിശോധിക്കുന്നു, മത്സ്യം പരിശോധിക്കുന്നുണ്ട്. അപ്പൊ സബ് കളക്ടർ നോക്കുമ്പോൾ അതിനകത്ത് വ്യത്യസ്തതകൾ ഉണ്ടെങ്കിൽ നമുക്ക് സ്വതന്ത്രമായ അന്വേഷണം നടത്താം. അതിനകത്ത് സർക്കാരിന് അതിനകത്ത് യാതൊരു മടിയില്ല. ഇപ്പൊ ഫിഷറീസ് നോക്കുന്നുണ്ട്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നോക്കുന്നുണ്ട്. അവരും 2 ലാബുകളും പരിശോധിക്കുന്നുണ്ട്. അതിൽ വ്യത്യസ്തതകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉന്നത തലത്തിൽ തന്നെ സ്വതന്ത്ര അന്വേഷണത്തിനും സർക്കാരിന് മടിയില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ആ റിപ്പോർട്ടിന് ആധാരമാക്കി ആവശ്യമാണെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ കഴിയും. രാവിലെ മത്സ്യം ചത്തുകൊണ്ടും സാഹചര്യമുണ്ടായി. വൈകിട്ടോടുകൂടിയാണ് ഇത് തുറക്കുന്നത്. മലിനീകരണ കൃത്യമായി ഇടപെട്ടില്ല. തങ്ങൾ നിർദ്ദേശം നൽകിയിട്ടാണ് പറഞ്ഞാൽ അടിസ്ഥാനരഹിതമാണ്. രാഷ്ട്രീയ തങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമുക്കാർക്കും ഇത് പരിശോധിച്ച് ലാബിന്റെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കാതെ നമുക്കാർക്കും പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പോയി അവിടെ നോക്കിയിരുന്നാലും നിങ്ങൾ നോക്കിയാലും ഇറിഗേഷൻ ഉദ്യോഗസ്ഥൻ നോക്കിയാലും നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥൻ നോക്കിയാലും അറിയാൻ പറ്റില്ല. അത് ലാബിലെ പരിശോധനയിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ മത്സ്യം ചത്ത് നോക്കും, മത്സ്യത്തിന്റെ ആ പരിശോധന അറിയാൻ കഴിയും. അപ്പൊ അതിനകത്ത് രാസമാലിന്യം ഉണ്ടോ? ഇറിഗേഷൻ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എല്ലാവരും അവരവരുടെ ഭാഗം ശരിയാക്കി. നമുക്ക് യാഥാർത്ഥ്യം ഇതാണ്. യാഥാർത്ഥ്യം എന്താ? മത്സ്യം ചത്തു പൊങ്ങിയിരിക്കുന്നു. അതെന്താ എന്റെ എന്താ എന്താ വേ എന്താ അല്ല, നമ്മുടെ മുമ്പിൽ അത്തരത്തിലുള്ള റിപ്പോർട്ട് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെന്റിന്റെ ഇപ്പോൾ ഒരു കേരളത്തിൽ നമ്മൾ വളരെ ഫ്രജൈലാണ്. ഇവിടെ നമുക്ക് വലിയ രാസമാലിന്യം ഉണ്ടാക്കുന്ന കമ്പനികളും ഞങ്ങളിപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള പരിഗണന 22 പ്രയോറിറ്റി ഇൻഡസ്ട്രീസ് ഉണ്ട്. അതിൽ ഇത്തരം സ്ഥാപനങ്ങളൊന്നുമില്ല. എന്നാൽ ഉള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ എഫ്ലൂമെന്റ്, കോമൺ എഫ്ലൂമെന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇവിടെ എടയാർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അതിനെതിരെ സമരം വന്നു. എഫ്ലൂമെന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റിനെതിരെ ലോകത്ത് ആദ്യമായി സമരം നടന്ന ഒരു സ്ഥലമാണ് എടയാർ. ഈ വെള്ളം നേരെ പോകുന്ന ശുദ്ധീകരിച്ച് NGT ധാരണയ്ക്കനുസരിച്ച് സിഡ്ബിന്ന് ലോൺ വാങ്ങിച്ചിട്ട് നമ്മളൊരു പ്ലാന്റ് വ്യവസായ വകുപ്പ് അവിടെ സ്ഥാപിക്കാൻ എല്ലാവർക്കും വേണ്ടി, കോമൺ എഫ്ലൂമെന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, അതിനെതിരെയും അവിടെ സമരം നടക്കുകയുണ്ടായി. നമ്മളിപ്പോ വെള്ളം അങ്ങോട്ട് വിടുന്നതിന് അനുമതിയുള്ള 4 സ്ഥാപനങ്ങൾ അല്ലേ, 4 സ്ഥാപനങ്ങളാണുള്ളത്. അപ്പൊ അത് ഇവര് പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു സ്ഥാപനം അടച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോ ചിലർ പറയുന്നത് അടച്ച സ്ഥാപനം മത്സ്യത്തിന് തീറ്റ ഉണ്ടാക്കുന്ന സ്ഥാപനമാണെന്നാണ്. പക്ഷെ നമുക്കിപ്പോ വ്യവസായ വകുപ്പിനും പറയാൻ പറ്റില്ല, മറ്റാൾക്കും പറയാൻ പറ്റില്ല. ഒരു കാര്യം വ്യക്തമാണ്, നമുക്കിപ്പോ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയും ആ രൂപത്തിൽ പ്രവർത്തിപ്പിക്കുന്ന നയം സർക്കാരിനില്ല. എന്നാൽ അതാണ് കാരണമെന്ന് നമുക്ക് ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അത് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി പറയാൻ പറ്റും. റിപ്പോർട്ടിന്റെ വസ്തുതകൾ ആധാരമാക്കി കർക്കശമായ നടപടി സർക്കാർ സ്വീകരിക്കും. ആരാണ് ഉത്തരവാദിത്വം പറയുന്നത്? ഇനി റിപ്പോർട്ടുകളിൽ കോൺട്രഡിക്ഷൻ ഉണ്ടോ? അപ്പൊ ആവശ്യമാണെങ്കിൽ നമുക്ക് സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്തുന്നതിലും സർക്കാരിന് മടിയില്ല. ഇത് 98 മുതൽ ഇങ്ങനെ വരല്ലേ, കുറെ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനുണ്ടായിരുന്നില്ല, സർവേയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്കിപ്പോ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, ബ്രഹ്മപുരത്ത് പ്രശ്നം ഉണ്ടായല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് നമുക്ക് ഒരു അനുഭവമാണ്, ഒരു പാഠമാണ്, ഒരു അവസരം കൂടിയാണ്. അത് ബാക്കി ഞങ്ങൾ പാലിച്ചിട്ടുണ്ട്. ഇപ്പോ BPCLന്റെ 100 കോടിയുടെ പ്ലാന്റിന്റെ പ്രവർത്തനം തുടങ്ങി. മൈനിങ് അവിടെ വേർതിരിക്കുന്ന പദ്ധതി നല്ല രൂപത്തിൽ മുന്നോട്ട് പോയി. ഇത്തവണ തീപിടുത്തില്ലാതിരിക്കാൻ എല്ലാ ആഴ്ചയും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതുവരെ എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ എല്ലാ യോഗങ്ങളും ഉണ്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും കഴിയാവുന്നത്ര യോഗങ്ങളിൽ പങ്കെടുത്തു. ഞങ്ങൾ പങ്കെടുത്ത് എല്ലാ ചൊവ്വാഴ്ചയും 2:30 റിവ്യൂ നടത്തി. ഞാൻ അവിടെ പോയി വിസിറ്റ് ചെയ്തു. എന്തെല്ലാം കുറവുകൾ അത് പരിഹരിച്ചു. ഇത്തവണ തീപിടുത്തം ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഒരു അനുഭവം വന്നു, അതൊരു പാഠമായി എടുത്തു.
അല്ല, ഇത് എത്രയോ കാലമായി. നിങ്ങൾ തന്നെ എത്ര റിപ്പോർട്ട് ചെയ്ത് ബ്രഹ്മപുരം എത്ര കാലം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പൊ പരിഹാരമായി. ഇതിന്ന് ഞാൻ പറഞ്ഞല്ലോ, മാതൃഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയൽ പറയുന്നുണ്ട് 500 മത്സ്യക്കുരുതികൾ മടങ്ങും, 98-ൽ 5 കോടി രൂപ നഷ്ടമുണ്ടായി. എത്രയോ സർക്കാരുകൾ. ഇത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള പ്രശ്നമാണ്. ഇത് നമ്മളെല്ലാവരും പോസിറ്റീവായി ഈ സന്ദർഭത്തെ കാണുക. ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വതമായി പരിഹാരം ഉണ്ടാകണം. അതിന് സമയബന്ധിതമായ ഒരു പദ്ധതി സർക്കാർ ആവിഷ്കരിക്കും. പെരിയാറിന് മാത്രമല്ല, എല്ലാ നദികളെയും സംരക്ഷിക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ സമീപനം. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇല്ലാതെ പോയ നദികളും നീരുറവകളും വീണ്ടെടുത്ത പദ്ധതിയാണ് കേരളത്തിൽ കഴിഞ്ഞ ഗവൺമെന്റും ഈ ഗവൺമെന്റും തുടരുന്നത്. അപ്പോൾ നിലവിലുള്ളത് സംരക്ഷിക്കേണ്ടത് ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വം സർക്കാർ നിർവഹിക്കുക തന്നെ ചെയ്യും. അല്ല, അതിപ്പോ ഇവരുടെ റിപ്പോർട്ട് ശനിയാഴ്ച വരുമല്ലോ. ഞങ്ങൾ നാളെ അതും ചർച്ച ചെയ്യുന്നുണ്ട്. അവർ റിപ്പോർട്ട് കൂടി വരട്ടെ എന്താണെന്നുള്ളത്. ഇപ്പൊ പലതും ഫിഷറീസിന്റെ തന്നെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്നതാണ്. അതിൽ ഒരു പ്രശ്നം നമ്മളിപ്പോ കണ്ടത്, ഒന്നിനും ഇൻഷുറൻസ് ഇല്ല. മിക്കവാറും ഇനി ഏതെങ്കിലും അപവാദം ഉണ്ടോന്ന് അറിയില്ല, ഇൻഷുറൻസ് ഇല്ല. അല്ല, ഇൻഷുറൻസ് തീറ്റയല്ലല്ലോ, സബ്സിഡി. അതെ, ഇൻഷുറൻസ് ഇല്ല. ഇപ്പൊ ഞാൻ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോ 1 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയില്ല, 2 വർഷം സംരംഭക വർഷം തുടങ്ങി. ഇപ്പോ ഈ പ്രളയത്തിൽ നഷ്ടം വന്ന പല വ്യവസായികൾ നമ്മുടെ മുൻപിൽ വരാൻ തുടങ്ങി. അപ്പൊ അവർക്കൊരു ഗവൺമെന്റ് പരിമിതി ഉണ്ടല്ലോ. നോക്കിക്കഴിഞ്ഞപ്പോ കേരളത്തിൽ ഒരു 5000-ൽ താഴെ MSMEകൾ ഇൻഷൂർ ചെയ്തിട്ടുണ്ടായില്ല. അപ്പൊ നമ്മൾ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. 3 പൊതുമേഖല ഇൻഷുറൻസ് കമ്പനികൾ, വ്യവസായ വകുപ്പ്, പ്രീമിയത്തിന്റെ 50% സർക്കാർ എടുക്കും. അങ്ങനെ വലിയൊരു മാസ് ഡ്രൈവ് ഇപ്പൊ നടത്തി. അപ്പൊ ഒരു അനുഭവമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്റെ മുമ്പിൽ വന്ന അപേക്ഷകൾ നോക്കിയപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ലേ? കാരണം സർക്കാരിന് ഇപ്പോൾ പരിമിതി ഉണ്ടല്ലോ. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സർക്കാരിന് പൂർണ്ണമായിട്ട് നഷ്ടം സഹിക്കാൻ സർക്കാരിന് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ടാണ് ഇൻഷുറൻസ് സംവിധാനം. അപ്പൊ അത് നമ്മളവിടെ നടപ്പിലാക്കി. ഇവര് പക്ഷേ MSME രജിസ്ട്രേഷൻ വന്നിട്ടുള്ളതല്ല. അപ്പൊ അത്തരം ഒരു പ്രശ്നം കൂടിയുണ്ട്. അതും ഫിഷറീസ് വകുപ്പായിട്ട് സംസാരിക്കും. ഭാവിയിൽ ഇത് തന്നെ ആകണമെന്നില്ല. പെട്ടെന്ന് വെള്ളം അധികം വന്നാലും കൂട് ചിലപ്പോൾ പോയി വരും. കൂട്ടിൽ മത്സ്യകൃഷിക്ക് പല പ്രശ്നങ്ങൾ നേരിടാറ്. ഇപ്പോഴാണല്ലോ കൂട്ടിൽ മത്സ്യകൃഷി ഗവൺമെന്റിന്റെ തന്നെ ഒരു മുൻകൈയുടെ ഭാഗമായിട്ടാണ് ഇത്രയധികം വന്നത്. അപ്പൊ അതിന് ഒരു പദ്ധതി ഫിഷറീസ് മന്ത്രി കൂടിയായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ ഭാഗവും കൂടി നമ്മൾ പരിശോധിക്കും.